ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോകാറുണ്ട് പ്ലാനിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ പ്ലാനിങ് ചീറ്റി മക്കൾ കേട്ട് ഓലും കൂടെ ഉണ്ട് പറഞ്ഞിക്കണ്ട് നിന്ന്. അപ്പോൾ എന്നാൽ ഓക്കെ എല്ലാവർക്കും കൂടെ പോകാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് പോകാൻ പ്ലാൻ ആക്കിയത്. എന്നാൽ അത്ര വെയിലും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ സമൂസ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് എന്താ പറയുക വെജീസൊക്കെ കട്ടാക്കണം. അപ്പം ഞാൻ അങ്ങനെ ചോപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ചട്ടിയിൽ നമ്മൾ കടുവറ പരിപാടി സ്റ്റാർട്ടാക്കി. അങ്ങനെ ഇളക്കി നമ്മൾ മസാല പൗഡറും സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ. അപ്പോഴാണ് എന്താ പറയുക അതൊന്നും ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാരണം ഫോണ് മോൻ്റെ കയ്യിലാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് നിൽക്കുമ്പോൾ നമുക്കൊരു സമാധാനത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൻ അങ്ങനെ എന്തെങ്കിലും ബിസിയിലാവണം, എന്നാലും നമുക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ മോനോട് പറഞ്ഞത് എനിക്ക് വീഡിയോ എടുക്കണം, ഫോൺ കൊണ്ടാകാൻ പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ എടുത്തുതരാമെന്ന് പറഞ്ഞു. ഓൻ സ്റ്റൂമൊക്കെ കയറി എടുത്തന്നാണ് ഈ വീഡിയോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് അപ്പോൾ ചിക്കനൊന്നും ചേർത്തിട്ടില്ലേനു. പിന്നെ അതൊക്കെ ഞാനിത് അതിലേക്ക് ചേർത്തി ഒക്കെ മിക്സ് ആക്കിട്ടോ. പിന്നെ നമ്മൾ പോകാനുള്ള ഉത്സാഹം കൊണ്ടേ ആ ടൈമിൽ ഞാൻ സോസൊന്നും പാർന്നിട്ടില്ലേനു. അപ്പം അതൊക്കെ ഇപ്പോൾ പാർന്നിക്കണ്ട് വീണ്ടും നമ്മൾ മിക്സ് ആക്കിട്ടോ. ഇതൊക്കെ ഓനാണ് എടുത്തന്ന് എനിക്ക് വീഡിയോ. അത് കഴിഞ്ഞിക്കാണ്ട് നമ്മൾ പോകാൻ റെഡി ആയിട്ടോ. പോകുന്ന കണ്ടോ ചെറിയ ഞങ്ങളെല്ലാവരും മൊത്തം അത്ര ഹാപ്പിയിലാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ സൂര്യനും ഞാനും തമ്മിൽ ചെറിയ പ്രശ്നം കേട്ടോ. ഞങ്ങളാ കണ്ടത് കണ്ണ് ചിമ്മിപ്പോവും. ഇത് പോവണീൻ്റെ ഉത്സാഹം കൊണ്ടില്ല ഓൻ്റെ നടത്തം നോക്കി ആ നടത്തം കണ്ടിട്ട് ഞാൻ അപ്പടുത്ത വീഡിയോ ആണ് ഇട്ടത്. പിന്നെ അവിടെ എത്തി ഓനെ ട്രോളി എടുക്കാനും ആഗ്രഹം, പക്ഷെ ഞങ്ങൾ കുറച്ച് സാധനം ഇടാന്ന് പറഞ്ഞാണ്ട് ഈ ബാസ്ക്കറ്റ് എടുപ്പിച്ച്. പിന്നെ ഇതാക്കണ അനിയത്തിയും ഇതിനൊക്കെ ഓർക്കിൽ ഫേസ് ക്രീമൊക്കെ കാര്യങ്ങളൊക്കെ സെലക്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാക്കണ വലിയൊരു ബാസ്ക്കറ്റും ചെറിയൊരു സാധനമൊക്കെ ഉണ്ട്. ഓൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിക്കാണ്ട് ഞാനെല്ലാം അനിയത്തി ഉള്ളിലൊക്കെ സെലക്ട് ആക്കി ഇടാണ് കേട്ടോ. നല്ലതും അകത്തൊക്കെ നോക്കിയാണ്ട് അങ്ങനെ നല്ലതൊക്കെ പൊറുക്കിയിടാണ്. അപ്പോൾ ഈ ഉള്ളി കൊടുത്തപ്പോൾ തന്നെ ഓനെ ബാസ്ക്കറ്റ് കൈമാറി കേട്ടോ. ഉള്ളിയും ക്യാരറ്റൊക്കെ എടുത്തപ്പോൾ തന്നെ ഓന് എന്താ പറയുക ഹാൻഡ് ഓവർ ചെയ്ത്. ഇത് കണ്ടോ ഈ ന്യൂസ് വിലയൊക്കെ നോക്കിയിട്ടാണ് ഐസ്ക്രീം എടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഞാൻ ഇങ്ങനെ എങ്ങോട്ടേലും പോകുമ്പോൾ ഈക്വൽ ആക്കിയിട്ട് പൈസ കൊടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ പേസ് കാലിയാക്കിയിട്ട് വേണ്ടി വരും വരാൻ. അങ്ങനെ ഞങ്ങൾ അടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ബാസ്ക്കറ്റ് ഓനെ പൊന്തിക്കാൻ കഴിയണില്ല. വേറെ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ഫാൻസി സെക്ഷൻക്കൊക്കെ പോയി. അപ്പോൾ ഞാൻ കുറച്ച് ക്രാബും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ. അത് നമുക്ക് പെണ്ണുങ്ങൾക്കുള്ള പരിപാടിയാണ്. ഇത് പിന്നെ ഇന്നും ഓക്ക് ചാനലിൽ ചെയ്യാല്ലേ സെല്ലോ ടേപ്പൊക്കെ നോക്കുകയാണ്. നമുക്ക് പിന്നെ എവിടെ പോയാലും എല്ലാ കുപ്പിയും തുറന്നിക്കാണ്ട് നമുക്ക് വേണ്ടൊക്കെ ഒന്ന് എടുത്താലും ഇല്ലെങ്കിലൊക്കെ ഒന്ന് നോക്കണം ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനങ്ങനെ ബാംഗിൾസും ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇനോനൊരാഗ്രഹം നമ്മച്ച് വളർക്കണ്ടല്ലോ നിങ്ങൾക്ക് കമ്മൽ വാങ്ങിത്തരുമോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഓക്കൊരു കമ്മലും വാങ്ങി. പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ടോ ഒക്കെ തൊട്ട് തലോട് അതിന്മേലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഓല് ക്ലീൻ ആക്കിയാണ്ടാണ് ഓല് പോരുന്നത്. ഇതൊക്കെ ഇങ്ങനെ നോക്കണോണ്ട് ഇടയ്ക്കിൻ്റെ കണ്ണൊക്കെ നോക്കും വാങ്ങിത്തരുമോ എന്നുള്ള അർത്ഥത്തിൽ കണ്ടോ വിലയൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. കാരണം കറക്റ്റ് നമ്മളാ പൈസ കൊടുത്തിട്ടുണ്ട് അതിനുള്ള മാത്രം വാങ്ങിത്തരുള്ളൂ പറഞ്ഞുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോയത്. പിന്നെ കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തി കേട്ടോ. ഓലിങ്ങനെ ഓർക്ക് വലിയ സാധനങ്ങളൊക്കെ ആകാംക്ഷയിൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിക്കാണ്. അപ്പോൾ പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് ട്രോളിയിൽ ആക്കി തന്നിട്ടാ ചേച്ചി. അപ്പോൾ അതിങ്ങനെ ഉന്തിയിട്ട് ഇതിന് ഭയങ്കര സന്തോഷത്തിൽ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. അങ്ങനെ ഇനുവിൻ്റെ കയ്യിൽ ഇനുവിൻ്റെലേറെ വെയിറ്റുള്ളൊരു കവറായിട്ടാണ് കേട്ടോ ഇനു പോരുന്നത്. എന്നാലും ഒരു ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് പോകാൻ പറ്റിയല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ച സാധനത്തിൻ്റെ ബില്ല് നേഹം ഇങ്ങനെ കാട്ടിത്തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ഉണ്ടാക്കിയ സമൂസ കാണിച്ചു തരണ്ടേ. ഞങ്ങൾ തിന്നുകാണ്ടല്ല ഇട്ട് പോയത്. ഇതാ കണ്ടോളൂ. ഇത്ര ആയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ. ബൈ.